ദൈവത്തിന്റെ അതിപരിശുദ്ധവും ശ്രേഷ്ഠവുമായിരിക്കുന്ന നാമത്തിൽ അങ്ങയുടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെയായിരിക്കുവാൻ ലഭിച്ച ഈ വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് ഒരു പ്രത്യേകമായ വിഷയത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ഞാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ വിഷയം കടന്നു വരുവാനായിട്ട് കാരണമായി തീർന്നു വസ്തുതയും പറയുവാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ചിറ്റൂര് ദൈവ ശുശ്രൂഷയിലായിരുന്ന കർത്തദാസൻ ജോർജ് പീറ്റർ നിത്യയിലേക്ക് ചേർക്കപ്പെട്ടവരും നാം അറിയുന്നതാണ്. ആ ദൈവദാസൻ അനേകമായ ഗാനങ്ങൾ രചിച്ച് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെയും ആരാധനയ്ക്ക് നാം അദ്ദേഹം രചിച്ചതായിട്ടുള്ള ഒരു ഗാനം പാടുകയുണ്ടായി. സ്തുതിദാനം മഹിമ സകലവും നിനക്കെ. മലയാളം ഗീത് ഞാൻ ആ ഗാനങ്ങളെയൊക്കെ കുറച്ച് ഒന്ന് പരിചയപ്പെടുവാനായിട്ടിടയായി. ആ ഗാനങ്ങളെല്ലാം ഒട്ടനവധി ഗാനങ്ങളും താൻ പല പ്രതികൂലമായ സാഹചര്യങ്ങളിൽ താൻ അനുഭവിച്ചതായിട്ടുള്ള ഹൃദയവേദനകളുടെ ഭാഗത്ത് നിന്ന് കടന്നു വന്നിട്ടുള്ളതാണ്. എന്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. അതിനകത്ത് അതിന്റെ പേര് ഗാനോൽപത്തി എന്നാണ്. അതിലെ ഈ ദൈവദാസന്റെ 14 ഗാനങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിന്റെ പശ്ചാത്തലമൊക്കെ ഒന്ന് പരിശോധിച്ചു. അതിൽ താൻ അനുഭവിച്ചതായിട്ടുള്ള അവഗണനയും അതുപോലെ പ്രതികൂലമായ അവസ്ഥകളിലും ഉള്ള ഗാനങ്ങളാണ് അതെല്ലാം. लोगों ने उनको जो तुच्छ किया या उपेक्षा किया उसके बीच में से लिखा हुआ गया. അതെല്ലാം നാം പാടി ആശ്വസിക്കുന്നവരാണ്. എന്നാൽ ആ ദൈവദാസന്റെ അനുഭവങ്ങൾ കൂടെ നാം മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ ഹൃദയഭേദകമായി. किस अवस्था में उस गीतों को लिखा था, उस अवस्था को हम समझने के समय उसको महत्व हम जानते हैं. അങ്ങനെ നോക്കിയപ്പോൾ അതിനകത്ത് ഏറ്റവും മുഴച്ചു നിന്നതായിട്ടുള്ള ഒരു പദം എന്നുള്ളത് അവഗണന എന്നുള്ളതാണ്. उसमें से उस पढ़ने के समय उसमें से एक शब्द को मुझे मेरा दिल को छुआ वो है उपेक्षा. നാം പലപ്പോഴും മനസ്സിലാക്കുന്ന ദൈവദാസന്മാർക്ക് മാത്രം ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്നുള്ളത് നാം ഓർക്കാറുണ്ട്. എന്നാൽ ഒട്ടനവധി ആളുകളെ സംബന്ധിച്ച് നോക്കാൻ അവരൊക്കെ അവഗണനയെ ഏറ്റുമുട്ടിയിട്ടുള്ളവരാണ്. അത് കുടുംബത്തിൽ നിന്നാകാം, कई बार उस परिवार के अंदर से आता है. അത് ഉൾപ്പെടുന്ന സമൂഹത്തിൽ നിന്നാകാം, सामूहिक जनों के बीच में से हो सकता है. നാം ഉൾപ്പെടുന്ന കർമ്മ മേഖലയിൽ നിന്നാകാം, जहाँ पे हम लोग काम करते हैं वहाँ पे भी ऐसे अवस्था में हो जाता है. നാം ഉൾപ്പെടുന്ന ആത്മീക മേഖലയിൽ നിന്നാകാം, हम जो आत्मिक जो हमारे जीवन में है उसी में भी हो सकता है. നാം പാർക്കുന്ന രാജ്യത്ത് നിന്നുമാകാം. हम जो राज्य में रहता है उस राज्य में भी ऐसे अवस्था हो जाता है. പല നിലകളിലുള്ള അവഗണന മനുഷ്യർ അഭിമുഖീകരിക്കേണ്ടതാണ്. ऐसे कई ऐसे उपेक्षा हमारे जीवन में आ जाता है. അത് വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ये सच्चाई का एक बात है. അത് ആ പദപ്രയോഗം കണ്ടപ്പോൾ
തിരുവഴുത്ത് എന്താണ് ഇത് നമ്മോട് പറയുന്നതെന്ന് ചിന്തിക്കുവാനായിട്ടിടയായി. इस उपेक्षा जैसे इस विषय को जब मनन करने के समय हमारे परमेश्वर के वचन में क्या इसके बारे में कहता है, इसके बारे में मनन लगता है. അതിനെ ചുവട് പിടിച്ചാണ് ഇന്ന് ചില ചിന്തകൾ പറയാമെന്ന് ഞാൻ उस विषय के बारे में आज कुछ थोड़ी देर के मनन करना चाहता हूँ. നമുക്കറിയാം നമ്മുടെ മാതൃകാ പുരുഷൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. हम जानते हैं, हम एक ही हमारा जो नमूना के दौर में प्रभु यीशु मसीह को हमारे सामने रखा हुआ है. അവൻ നമുക്ക് മാതൃകയായിട്ട് ജീവിക്കുവാനായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് സമർപ്പിച്ചിട്ടുണ്ട്. प्रभु यीशु मसीह हमें एक मार्ग दिखाया, उसको पीछे होके जीवन बताने के लिए. ഇന്ന് രാവിലെ കാലവും പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് നാം ആ കാര്യം ഓർക്കുകയുണ്ടായി. आज भी पत्रोस की जो पत्री है उसके अंदर से भी हमने पढ़ा था. നമുക്ക് പിന്തുടരുവാനായിട്ട് ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു മാതൃക നമ്മുടെ കർത്താവ് വെച്ചിരിക്കുക. हमें एक उसका पीछे होने के लिए एक नमूना प्रभु यीशु मसीह ने दिखाया है. അവഗണനയോടുള്ള ബന്ധത്തിലും നമുക്ക് ഏറ്റവും ഉത്തമ ദൃഷ്ടാന്തം കർത്താവാണ്. और उपेक्षा का जो विषय में भी हमें सबसे बहुत अच्छा एक नमूना प्रभु यीशु मसीह है. നമുക്കൊരു ഭാഗം വായിക്കാം. एक वचन पढ़ना चाहते हैं. വളരെ പരിചയമുള്ള ഭാഗങ്ങളാണ് എല്ലാം. एक सब सारे हमें परिचित वाक्य है. എന്നാൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം അതൊന്ന് ഉൾക്കൊണ്ട് മനസ്സിലാക്കിയാൽ നല്ലതാണ് എന്ന് തോന്നുന്നതുകൊണ്ട് പറയുകയാണ്. लेकिन इस विषय के बारे में इस वाक्य को और हम आगे बेहतर से पढ़ेंगे. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. यूहन्ना का सुसमाचार उसका पहला अध्याय उसका 11वां आयत. അവിടെ നാം വായിക്കുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. और वहाँ पे ऐसे लिखा हुआ है जॉन चैप्टर 1:11, वो अपने घर आया और उसके अपनों ने उसे ग्रहण नहीं किया. സ്വന്തം ജനത്തിൽ നിന്നുമുള്ള അവഗണന, अपने जनों के बीच में के जो उपेक्षा. പ്രിയമുള്ളവരെ, ഇത് മനുഷ്യരുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ട ഒരു വലിയ പ്രശ്നമാണ്. इस संसार में जो जीवन है इसमें हमें इसको सामना करना पड़ता है. നാം പറയും എല്ലാവരും നമ്മൾ ഒരുപോലെയാ കാണുന്നത് എന്ന് പറയും. हम हमेशा कहते हैं हम सबको एक ही तरह से देखते हैं. അത് ദൈവസന്നിധിയിൽ വാസ്തവമാണോ എന്നുള്ളത് നാം കൂലങ്കഷമായി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. परमेश्वर के सन्मुख जब बात आता है उसको ये सच है या ये हमें सोचना है. എന്നാൽ മാനുഷികമായ രീതിയിൽ നാം അവഗണിക്കുന്നവരും നാം അവഗണിക്കപ്പെട്ടവരുമായി തീർന്നു പോകുന്ന അവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. एक मानसिक तौर पर देखने के समय हम लोग उपेक्षा को हमारे जीवन में आते हैं और ऐसे हमारे जीवन में हमेशा आते रहता है. അങ്ങനെ ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഞാൻ അവഗണിക്കപ്പെട്ടിരിക്കുന്നു, എന്നെ ആരും കരുതുന്നില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ, ഒന്നോർക്ക് നമ്മുടെ കർത്താവിന് ഇവിടെ അവഗണനയാണ് ലഭിച്ചത്. अगर ऐसे कोई जीवन और कोई व्यक्ति ऐसा लगता है मेरे को कोई जानता नहीं है, मेरे को कोई पूछता नहीं है, मैं उपेक्षा का अवस्था से गुजर रहा है, उसके लिए सबसे अच्छा नमूना प्रभु हमारा यीशु मसीह. നമ്മുടെ മാതൃകാ പുരുഷനായിരിക്കുന്ന കർത്താവ് അവൻ കടന്നു വന്നത് സ്വന്തത്തിലേക്കാണ്. प्रभु यीशु मसीह अपने गर्भ के लिए गर्भ पे आया था. അവൻ അന്ന് സ്വന്തക്കാർ അവനെ കൈക്കൊണ്ടില്ല. लेकिन जो घर वाले जो अपने घर वाले उसको ग्रहण नहीं किया. അവന്റെ മഹത്വത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞില്ല. उसका महत्व को, उसको महिमा को वो जो घर वाले जो परिवार वाले उनको समझ नहीं पाए. ലോകക്കാർ തിരിച്ചറിഞ്ഞില്ല, സ്വന്തക്കാർ തിരിച്ചറിഞ്ഞില്ല. इस संसार में इसको समझ नहीं पाया और उसका अपने जन लोग उसको समझ नहीं पाए. 10-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകമോ അവനെ അറിഞ്ഞില്ല. 10वां आयत में ऐसे कहता है वो जगत में था और जगत उसके द्वारा उत्पन्न हुआ और जगत ने उसे नहीं पहचाना. എന്തിനാണ് കർത്താവ് സ്വന്തത്തിലേക്ക് കടന്നു വന്നത്? प्रभु यीशु मसीह वो अपने जनों के बीच में आया. ഈ ലോകത്തിന്റെ രക്ഷകനായിട്ട് ഈ ഭൂമിയിലേക്ക് അവതരിച്ച, മനുഷ്യജന്മമെടുത്ത കർത്താവിനെ അവർ കൈക്കൊണ്ടില്ല. इस संसार की रक्षा के लिए इस संसार में आया हुआ प्रभु यीशु मसीह को इस संसार ने नहीं जाना. പ്രിയമുള്ളവരെ, എന്നാൽ ഇവിടെ അങ്ങനെ കടന്നു വന്ന കർത്താവ് അവഗണന ഏറ്റുവാങ്ങുകയാണ്. ऐसे रीति से आया हुआ प्रभु यीशु मसीह को इस संसार से अपने घरों से वो तुच्छ जाना उनको. അവന് എന്താ പറയണേ, അവനെ അവർ സ്വീകരിച്ചില്ല. उसको प्रभु यीशु मसीह को उन्होंने ग्रहण नहीं किया. അവനെ തള്ളിക്കളയുകയാണ്. उसको छोड़ दिया था.
പലപ്പോഴും നാം പാടാറുണ്ട്, സ്വന്തം ജനമായ യൂതന്മാർ തള്ളി എന്ന് പറയാറുണ്ട്. कई बार हम लोग गीतों में गाते हैं, जो स्वजन है, जो यहूदा लोग ने उनको तुझ किया है. അത് എത്രത്തോളം ശരിയാണ് എന്ന് എനിക്കറിഞ്ഞുകൂടാ. हम जानते हैं कितने से वो बुरा है, सच है. എന്നാൽ വാസ്തവം സ്വന്തം ജനമായ യൂതന്മാർ അവനെ തള്ളി എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. हमें समझ सकते हैं अपना यीशु मसीह का जो यहूदी लोग ने उनको पहचाना नहीं. ഇവിടെ വായിക്കുന്നത് അവൻ സ്വന്തത്തിലേക്ക് വന്നു. यहाँ पे पढ़ रहे अपने घर आया. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടു. अपनों ने उसे ग्रहण नहीं किया. ഹിന്ദിമ വായിച്ചത് ശ്രദ്ധിച്ചോ? അവൻ വീട്ടിലേക്ക് വന്നെന്നാ പറഞ്ഞു. यहाँ पे हिंदी में से पढ़ते अपने घर आया ऐसे लिखा हुआ. സ്വന്തത്തിലേക്ക് അവൻ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ വീട്ടുകാർ അവനെ സ്വീകരിച്ചില്ല. प्रभु यीशु मसीह अपने घर पे आया तो घर वाले उनको स्वीकार नहीं किया. പ്രിയമുള്ളവരെ, എത്രയോ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. कितनी दुखी की ये अवस्था है. അവർ അവനെ കൈക്കൊള്ളേണ്ടതായിരുന്നു. तो हम सोचता है उसको उनको ग्रहण करना चाहिए था. 12ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, वायद में ये पढ़ते हैं, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന്റെ അധികാരം കൊടുക്കും. वैसे लिखा, परंतु जितनों ने उसे ग्रहण किया उसने उन्हें परिवार के संतान होने का अधिकार. അവനെ സ്വീകരിക്കപ്പെടുവാൻ, അവനെ കൈക്കൊള്ളുവാനായിട്ട് ആ സ്വന്തമായവന്റെ ഇടയിലേക്ക് കടന്നു വന്നെങ്കിലും അവർ അവനെ അവഗണിച്ചു. उसको बचाने के लिए अपने घरों में आया था, लेकिन उन्होंने ग्रहण नहीं किया. പ്രിയമുള്ളവരെ, മറ്റ് ഞാനൊക്കെ വിശ്വാസ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതാണ്. हममें से कई लोग जो मसीही घरों पे जन्म हुआ था. എന്നാൽ അങ്ങനെ അല്ലാത്ത പശ്ചാത്തലത്തിൽ നിന്നും കടന്നു വന്നവർക്ക് അവർ അങ്ങനെ കർത്താവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ച് കടന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ നിന്ന് അവർക്ക് അവഗണനയുണ്ടാകും. अन्य जो कई मदों से आया हुआ जो उद्धार करके प्रभु यीशु मसीह में आया लोग को अपने घरों से कई बार दुख सहना पड़ता है. മാത്രമല്ല, സ്വന്തം കുടുംബത്തിൽ തന്നെയാണെങ്കിലും ആ വ്യക്തിത്വത്തിന്റെ മഹത്വത്തെ തിരിച്ചറിയാതെ വന്നാൽ അവനോട് കാണിക്കുന്നത് ഒരു അവഗണനയായിട്ടാണ് അതിരിക്കുന്നത്. और कई बार ऐसे है परिवार के अंदर से भी अपना व्यक्तित्व कई लोग अंगीकार नहीं करता है और वैसे करता है. അതൊക്കെ മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള കാര്യമാണ്. ये सब इस संसार में जैसे अवस्था होता है. അതൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തേച്ചു മാറ്റി കളയാനായിട്ട് നമുക്ക് പറ്റുകയില്ല. ये नहीं कर सकते, ऐसे घरों पे नहीं होता है. അതുകൊണ്ട് ദൈവദാസന്മാര് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ അങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പാട്ടെഴുതുന്നവരാണ് പാട്ടുപാടും, അവർ ലേഖനം എഴുതുന്നവരാണ് ലേഖനം എഴുതും, ചിന്തകൾ പറയുന്നവരാണെങ്കിൽ ചിന്തകൾ പറയും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. जो परमेश्वर के दास लोग हैं उनके जीवन में ऐसी अवस्था से गुजरने के समय वो लोग कभी कभी गीत लिखता है, कभी ऐसे लिखता है, कभी ऐसे कई अपना दिल के अंदर से ऐसे लिखता है. ഇതെല്ലാം നമ്മൾ ഓർപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ये सब हमें एक सच्चाई को दिखाता है. മനുഷ്യന്റെ ജീവിതത്തിൽ അവഗണനയുണ്ട്. इस संसार के जो मनुष्य के जीवन में उसमें उपേക്ഷा होता है. പ്രതിസന്ധികളെ നമുക്ക് എങ്ങനെ നേരിടുവാനായിട്ട് കഴിയും? हमें जो प्रतिसंधि जो हमारे जीवन में आता है उसको कैसे हम उसको सामने करें? അതിനൊക്കെ ഉത്തരം ലഭിക്കുന്ന ഒരേ ഒരു സ്ഥലം ദൈവത്തിന്റെ വചനമാണ്. इस सब के लिए एक ही उत्तर हमारा परमेश्वर का वचन है. പ്രിയമുള്ളവരെ, ഒരു പാഠം ഇതിൽ നിന്ന് ഞാൻ പറയട്ടെ. जिससे एक सच्चाई से कहना चाहता हूँ. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നാം അതിനെ അവഗണിക്കുന്നവരായിട്ട് തീരുവാൻ പാടില്ല. क्या प्रभु परमेश्वर का प्रेम और करुणा हमारे जीवन जब आते हैं तो हम इसको तुच्छ करते हैं या उपേക്ഷ करते हैं? ദൈവത്തിന്റെ സ്നേഹവും കൃപയുമാണ് ഇന്ന് നമ്മെ ഈ നിരന്തരം നടത്തിയിരിക്കുന്നത്. परमेश्वर के दया और करुणा के बाद इसलिए हम लोग आज परमेश्वर में. എന്നാൽ നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഏത് നിലയിലുള്ള മനോഭാവമാണുള്ളത്? लेकिन हम परमेश्वर के सामने हमारा मन की जो अवस्था कैसे है? നാം ദൈവിക കാര്യങ്ങളെ അവഗണിക്കുന്നവരാണോ? क्या हम परमेश्वर या आत्मिक जो कामों के लिए हम लोग उसको तुच्छ करते हैं क्या? എങ്കിൽ അത് ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ऐसे है तो दुख के कारण है. അവഗണന എന്നുള്ള കാര്യത്തെ മനസ്സിലാക്കുമ്പോൾ അത് സ്വന്തം ജനത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്നു എന്നുള്ളത് നാം ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. उपේक्षा एक विषय के बारे में समझने के समय अपने घरों के अंदर ही उपේक्षा कभी आता है. സ്വന്തം ജനത്തിൽ നിന്ന്, पर अपने घरों के अंदर നമ്മുടെ ആളുകളാണ് എന്ന് വിചാരിക്കുന്നവരിൽ നിന്ന് നമുക്ക് അവഗണന ഉണ്ടാകും. सोचता है ये मेरा है, मैं अपना है, ऐसे सोचने
सोचने का समय उनके द्वारा ही ऐसे आवश्यक പക്ഷെ അവിടെ അവഗണന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. उसी के बीच में भी एक उपैशा का अवस्था उन्हें करना पड़ता है. രണ്ടാമത്തത് കുടുംബത്തിൽ നിന്നുള്ള അവഗണനയാണ്. दूसरा जो बात है वो परिवार के अंदर से जो उपैशा आता है. ഒന്ന് സ്വന്തം ജനമായവരിൽ നിന്നുള്ള അവഗണന. पहले बात जो अपने जन है उसके बीच में से जो उपैशा. രണ്ടാമത്തെ അവഗണന കുടുംബത്തിൽ നിന്നാണ്. दूसरे जो उपैशा है परिवार के अंदर. നാം ചിന്തിക്കും കുടുംബത്തിൽ ഈ നിലയിലുള്ള അവഗണനയുണ്ടോ? क्या कभी हम सोचते हैं या परिवार के अंदर भी ऐसी अवस्था होता है? ഇന്നത്തെ ജനറേഷനിലെ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ അപ്പോഴും അമ്മയും ഒന്നോ രണ്ടോ മക്കളും. आज की जो अवस्था में परिवार के अंदर माता पिता और एक दो बच्चे हैं. അവർ ചിന്തിക്കുക ഇത്രയും പേരുള്ളതിലേക്ക് എവിടെ ഒരു അവഗണന ഉണ്ടാകും? 4 लोगों के बीच में कहाँ ऐसे उपैशा का अवस्था ഉണ്ടാകും. പ്രിയമുള്ളവരെ, ये सच है, ऐसे अवस्था होता है. ഭാര്യ ഭർത്താവിനെ അവഗണിക്കും, जो पति को उपैशा करता है. ഭർത്താവ് ഭാര്യയെ അവഗണിക്കും, पति पत्नी को उपैशा करता है. മക്കൾ അമ്മയപ്പന്മാരെ അവഗണിക്കും, बच्चे अपने माता पिता को उपैशा करते हैं. അമ്മയപ്പന്മാർ മക്കളെയും അവഗണിക്കും. माता पिता अपने बच्चों को भी उपैशा करते हैं. ഇതൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്ന വസ്തുതയാണ്. कई बार हम ऐसे अवस्था देखते हैं. തിരുവഴുത്തിൽ നമുക്കൊരു സംഭവം നോക്കാം. वचन में क्या कहता है? 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അതിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. पहले शमूएल के पुस्तक में आएंगे हम 16 आयत. 1 ശമൂവേൽ 16-ാം അധ്യായം 16 अध्याय അതിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. पहले शमूएल उसका 16 अध्याय उसका 11 से 13 तक. അവിടെ നാം വായിക്കുന്നു, നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ, ഇനിയുള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ഇശായിയോട് ആളയച്ച് അവന് വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിരിക്കിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് റാമയിലേക്ക് പോയി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ നമുക്ക് വായിക്കുമ്പോൾ എന്തെങ്കിലും ആശ്ചര്യകരമായിട്ട് തോന്നുന്നുണ്ടോ? इस बात को हम पढ़ने के समय का उसमें से कुछ अलग दिखता है क्या? അവിടെ ദാവീദ് എന്നുള്ള വ്യക്തിത്വത്തിന് എന്താണ് അവിടെ സംഭവിച്ചത്? दावीद के बारे में उसके परिवार में क्या हुआ? അവന്റെ കുടുംബത്തിലൊരു പുണ്യകർമ്മം നടക്കുകയാണ്. उसके परिवार में एक बड़ा एक काम हो रहा है, बड़ा एक उत्सव हो रहा है. ദാവീദ് ചെറിയൊരു വ്യക്തിത്വമാണ്. दावीद एक छोटा सा लड़का है इस समय. കുടുംബക്കാർ വിചാരിച്ചു ഇവൻ ചെറിയവനാണ്. परिवार लोगों ने सोचा ये छोटा बच्चा है, क्या होगा? ഒരു വലിയ കാര്യമായിട്ട് അത് എടുത്തിട്ടില്ല. इसको एक बड़ा स्थान नहीं दिया था. അപ്പന്റെ ആടുകൾ മേയ്ക്കുവാൻ അവൻ വനാന്തരത്തിലാണ്. अपना पिता के भेड़ बकरियों को चलाने के लिए वन में गया हुआ है. ദൈവത്തിന്റെ ആത്മാവ് വസിച്ചിരുന്ന ഇടപെട്ടുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ദാസൻ അവിടെ കടന്നു വന്നപ്പോൾ ചോദിക്കുകയാണ്, നിന്റെ മക്കളെല്ലാവരുമായോ? और शमूएल इस घर पे आया तो उससे उन पिता से पूछ रहे, तुम्हारे सारे बालक है क्या यहाँ? അവൻ പറഞ്ഞു, ഇനിയുള്ളൊരു ഇളയവനുണ്ട്. यहाँ पे ये कहता है नहीं, ये छोटा सा रह गया. പ്രസ്താവന കേട്ടാൽ നമുക്ക് വാസ്തവമായിട്ടും ആശ്ചര്യമായിട്ട് बोलने से ही हमें अजीब सा दिखता है. ഇളയവന് വളരെ പ്രാധാന്യം കൊടുക്കാത്ത ഒരു കുടുംബം. एक छोटा सा था उस परिवार में, उसको ज्यादा स्थान नहीं दे रहा था. ഇനിയുള്ളവൻ അവൻ ഇളയവനാണ്. ये यहाँ पर कहता है एक छोटा सा रह गया. മനുഷ്യന്റെ ദൃഷ്ടി നോക്കണേ. देखो मनुष्य द्वारा से कैसे वो दिखता है. അവന് പുറമേ ഉള്ളതാണ് നോക്കുന്നത്. बाहर की तरफ से अपना आंखों से देखता है. ഈ അധ്യായത്തിൽ തന്നെ നാം അത് വായിക്കുന്നുണ്ട്. इस आयत इस अध्याय में भी इसके बारे में पढ़ता है. മനുഷ്യൻ നോക്കുന്നത് പുറമേ ഉള്ളതാണ്. मनुष्य वो बाहरी तरफ से दिखाया, എന്നാൽ ദൈവം നോക്കുന്നത് അത് ഹൃദയത്തെയാണ്. लेकिन परमेश्वर हृदय को देखता है. ദൈവത്തിന്റെ ആത്മാവിനാൽ ഭരിക്കപ്പെട്ട ദൈവദാസൻ ചോദിക്കുകയാണ്, ഈശായിയെ നിന്റെ മക്കളെല്ലാവരും ആയോ? जो
परमेश्वर की आत्मा से भरा हुआ शमूएल ईशाई से पूछता है, तुम्हारे सारे लड़के आगे क्या? അവർ പറയുകയാണ് ഒരു ഇളയവനുണ്ട്. ईशाई कहता है एक छोटा सा है, വളരെ നിസ്സാരമായിട്ട് പറയുകയാണ്. ऐसे तुझसे कह रहा है, അവൻ ആടുകളെ മേയ്ക്കുകയാണ്. वो भेड़ बकरी को चला रहा है. എവിടെയാ? വനാന്തരത്തിലാണ്. कहाँ पे चला रहे? वो वन के अंदर. എന്നിട്ട് പോലും അതിന്റെ പ്രാധാന്യത്തെ മറച്ചു വെക്കുകയാണ്. तो भी उसका जो प्राधान्य था उसको छोटा करके कह रहा है. നമുക്കറിയാം വനാന്തരത്തിൽ ആടുകളെ മേയ്ക്കുക എന്നുള്ളത് ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. जाता है वो वन के अंदर भेड़ बकरी को चलाना एक बड़ा बात है. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടാകാം. जो वन्य जो मृग है उसको आक्रमण हो सकता है. എന്നിട്ട് പോലും ദാവീദിന്റെ പ്രാധാന്യത്തെ അവിടെ വെളിപ്പെടുത്തുവാനായിട്ട് കഴിയുന്നില്ല. फिर भी उसके घर के अंदर इसको प्राधान्य तो नहीं समझता है. പ്രിയമുള്ളവരെ, അവഗണിക്കപ്പെടുകയാണ്. ये यहाँ पे भी इस घर के अंदर उपേക്ഷ हुआ. ആരാണ് അവഗണിക്കുന്നത്? किसको यहाँ पे वो तुच्छ कर रहे हैं? മറ്റു കുടുംബക്കാരൊന്നുമല്ല. और हम ये दूसरे कोई परिवार नहीं, സ്വന്തം കുടുംബമാണ്. अपने ही परिवार के अंदर. അവരെ പ്രാധാന്യം കൊടുക്കുന്നില്ല, അവനെ മറന്നു കളയുന്നു. उनको ज्यादा प्राधान्यता नहीं दे रहे, उसको भूल जा रहे हैं. ഞങ്ങളുടെ വീട്ടിലൊരു പുണ്യകർമ്മം നടക്കുകയാണ്, അവന്റെ സാന്നിധ്യം ഇവിടെ ആവശ്യമുണ്ടെന്ന് അവർ ചിന്തിക്കുന്നില്ല. वो नहीं सोचा हमारे घर पे परमेश्वर का दास आया, एक बड़ा काम हो रहा है और उसके बारे में वो लोग सोचा नहीं. പ്രിയമുള്ളവരെ, എന്നാൽ ഉയർത്തപ്പെട്ടത് ആരാണ്? लेकिन यहाँ पे किसको परमेश्वर ने बड़ा किया? ദൈവം ദാവീദിനെയാണ്. परमेश्वर यहाँ पे दावीद को बड़ा दिखा रहा है. എല്ലാ സഹോദരന്മാരും അവന്റെ എല്ലാ സഹോദരനും വന്നപ്പോൾ जब उसके सारे भाई लोग उनके सामने आए थे, ഓരോരുത്തരെ മാറ്റിയത് ഇവനല്ല ഇവനല്ല शमूएल एक को हटा दिया. ചോദിച്ചു, ഇനിയും നിന്റെ മക്കൾ എല്ലാവരുമായോ? और आखिरी में पूछ रहे क्या सब लड़के आगे? എന്നിട്ടും പറയുവാൻ മൈവനത്വം കാണിക്കുക. तब भी वो चुप के बता रहे हैं. പ്രിയമുള്ളവരെ, ദൈവം തെരഞ്ഞെടുത്തവനായിരിക്കുന്ന ദാവീദ് വരുന്നത് വരെ പന്തിക്കിരിക്കുകയില്ല എന്നുള്ള ദൈവത്തിന്റെ തീരുമാനം അവിടെ നടക്കുകയാണ്. यहाँ पे वो शमूएल कह रहा है, जब तक दावीद नहीं आएगा तब तक मैं ये खाने के लिए नहीं बैठेंगे. പ്രിയമുള്ളവരെ, ഒരു കാര്യം നാം ഓർത്തിരിക്കണം. इस एक बात हमें यहाँ पे ध्यान करना है. അവഗണിക്കുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ, जब भी हम सोचता है हमारे परिवार में कैसे അവഗണിക്കപ്പെടുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, जब भी हम सोचता है हमारे जीवन में ऐसा अवस्था आ रहा है, നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. हम करने वाले एक कार्य है. പത്രോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. पत्रोस के पत्र में एक बात को हम देखते हैं. 5-ാം അധ്യായം 6-ാം വാക്യം. पहले पत्रोस 5वां अध्याय इसको 8वां आया. തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈകീഴ് താണിരിപ്പേ. वहाँ पे ऐसे लिखा है, सरत हो और जागते रहो क्योंकि तुम्हारा 5 की 6वीं आयत वहाँ पे लिखा है, इसलिए परमेश्वर का बलवंत हाथों के नीचे दीनता से रहो जिससे वह तुम्हें उचित समय पर बढ़ाए. പ്രിയമുള്ളവരെ, ഇത് നമുക്ക് വളരെ അഭികാമ്യമായിട്ടുള്ള കാര്യമാണ്. ये सबके लिए हमारे सबके लिए एक काम की बात है. യേശു കർത്താവ് സ്വന്തത്തിലേക്ക് വന്നപ്പോൾ അവൻ അവഗണിക്കപ്പെട്ടു. जब प्रभु यीशु मसीह अपना उनके पैर आशा है तो वहाँ पे कुछ किया, എന്നാൽ എന്താണ് സംഭവിച്ചത്? लेकिन क्या वहाँ पे क्या हुआ है? യേശു കർത്താവ് എല്ലാറ്റിനും വേലായ നാമം ധരിച്ചവനായിട്ട് അവൻ ഉയർത്തപ്പെട്ടു. प्रभु यीशु मसीह सबके ऊपर एक बड़ा नाम लेकर वो परमेश्वर जी उड़ा था. ദാവീദെന്ന ചെറിയ മനുഷ്യനെന്ന് എല്ലാവരും വിചാരിച്ചവൻ അവൻ അവഗണിക്കപ്പെട്ടുവെങ്കിലും വലിയവനായിരിക്കുന്ന ദൈവം അവനെ ഉയർത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. यहाँ पे दावीद को अपने परिवार में एक छोटा समझ रहा था, लेकिन परमेश्वर उसको बढ़ाया. മൂന്നാമത്തെ കാര്യം, तीसरी बात, അധികാരത്തിൽ നിന്നുള്ള അവഗണന. इस अधिकारियों के अंदर एक उपेक्षा. ഞാൻ അങ്ങനെ പറയാനായിട്ടാണ് ആ ഭാഗത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ऐसे कहना मैं चाहता हूँ. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. उत्पत्ति के पुस्तक उसका 16वां आयत उसके 6वें से 13 വരെയുള്ള 13वें आयत. അവിടുത്തെ വായിക്കുന്നില്ല, അവിടുത്തെ സംഭവം നമുക്കറിയാം. इस बात को नहीं पढ़ रहे, इस संभव को मैं कहना चाहता हूँ. അവിടെ ഹാഗാറിന്റെ ജീവിതത്തിൽ ഹാഗാർ അവഗണിക്കപ്പെട്ടതിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. हाजिरा को एक उपेक्षा का अवसर से करना पड़ रहा था. നമുക്കറിയാം, അബ്രഹാം സാറ ദമ്പതികൾക്ക് മക്കളില്ലായിരുന്നു. हम जानते हैं अब्राहम और सारा को
बच्चे नहीं देने। അങ്ങനെയില്ല. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ സാറയുടെ ദാസിയായ ഹാഗാറിനെ അബ്രാമിന് കൊടുക്കുകയാണ്. ऐसे अवस्था में सारा ने अपने दासी को अब्राम को दे रहा है. അങ്ങനെ അവളുടെ ജീവിതത്തിൽ പരിവർത്തനം സംഭവിച്ചപ്പോൾ लेकिन उनके जीवन में एक अच्छा समय आया तो അവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. उस समय ये प्रश्न खुलने लग गया. അപ്പോൾ അബ്രഹാം സാറായോട് പറയുകയാണ്, നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുകയാണ്, നിന്റെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. वहाँ पे अब्राहम कह रहा है देख तेरी दासी तेरे हाथ वश में है, जैसा तुझे भला लगे वैसे ही करो. സാറ ഒരുപക്ഷെ അത് ദുരുപയോഗം നടത്തിയെന്ന് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. कई बार हम सोचता है सारा इस बात को अपने फायदे के लिए लिया है. അവളോട് ഹാഗാറിനോട് കഠിനമായിട്ട് പെരുമാറാൻ തുടങ്ങി. यहाँ पे सारा ने हाजिरा को कठिन अवस्था से गुजरने के लिए दे दिया. ഹാഗാർ അവിടെ സഹികെട്ട് അവൾ ഒളിച്ചോടി പോകാൻ തീരുമാനിക്കുകയാണ്. उस समय हाजिरा उस परिवार से भाग के जा रहा है. അങ്ങനെ അവൾ ആ ഭവനത്തിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ ദൈവം അവളെ സന്ദർശിക്കുന്നത് നമുക്ക് ദൈവത്തിന്റെ ദൂതൻ സന്ദർശിക്കുക. जैसे उस भवन से वो भाग रहा था उस समय परमेश्वर उसका सामने आया. ദൈവത്തിന്റെ ദൂതൻ അവളോട് ചോദിക്കുകയാണ്, സാറയുടെ ദാസിയായ ഹാഗാർ, നീ എവിടെ നിന്ന് വരുന്നു, നീ എവിടേക്ക് പോകുന്നു? यहाँ पे परमेश्वर का दूत उसके सामने आके पूछ रहे हैं, हे सारा की दासी हाजिरा, तू कहाँ से आती है और कहाँ को जाती है? അവൾ അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. हाजिरा उसके बाद सारी बातों को बोला. ദൈവദൂതൻ അവളോട് പറഞ്ഞു, നീ മടങ്ങിപ്പോകണം, നീ ആ ഭവനത്തിലേക്ക് പോകണം, നീ സാറാക്ക് കീഴ്പ്പെട്ടിരിക്കണം. उस समय परमेश्वर दूत कह रहा है तुम वापस घर जाना और सारा को नीचे उनके बातों के मान के रहने के लिए बोल रहे हैं. ആ ദൈവദൂതന്റെ വാക്കിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. परमेश्वर के दूत की जो बातों के अंदर से कुछ बात को समझ सकते हैं. ഹാഗാർ അവിടെ അവഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹാഗാറിന്റെ സൈഡിൽ നിന്നും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. जब हाजिरा को यहाँ पे जो वैश्य का अवस्था से गुजरा है तो हाजिरा को भी कुछ ऐसे किया. ഹാഗാറിനോട് ദൈവദൂതൻ പറയുന്നത്, നീ സാറായ്ക്ക് അവിടെ പോയിട്ട് കീഴ്പ്പെട്ടിരിക്കാനാ പറയുന്നത്. यहाँ पे हाजिरा को परमेश्वर का दूत कह रहा है, हाजिरा से कह रहा है तुम जाके सारा का नीचे जो बात बोलता है उसके बातों को मान के रहने के लिए. ഞാൻ ചിന്തിക്കുകയാണ്, ഒരുപക്ഷെ ഹാഗാറിന്റെ ജീവിതത്തിന്റെ പരിവർത്തനമൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ അതിനു മുമ്പുണ്ടായിരുന്നതായിട്ടുള്ള കീഴ്പ്പെടലുകൾ അവളിൽ നഷ്ടപ്പെട്ട് കാണുമായിരിക്കാം. हम सोचता है कैसे जब गर्भवती होने लगा तो जब हाजिरा ने कई बार उनको बात को माना नहीं होगा. ഏതായാലും ദൈവം അവളെ സന്ദർശിക്കുകയാണ്. लेकिन यहाँ पे परमेश्वर का दूत उसको समझा के कुछ बोलता है. അവളോട് പറയുകയാണ്, തിരികെ നീ ആ ഭവനത്തിലേക്ക് वापस जाके घर को जाने के लिए कह रहा है. നീ അവിടെ കീഴ്പ്പെട്ടിരിക്കണം. तू जो सारा जो बोल रहा है उसको मान के रहने के लिए बोल रहा है. പിന്നീടും ഇസ്ഹാക്ക് ജനിക്കുന്നതുവരെയും ജനിച്ചു കഴിഞ്ഞിട്ട് കുറെ നാളുകൾ കൂടെ ആ ഭവനത്തിൽ ഹാഗാർ താമസിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. जानते इसके बाद इसहाक जन्म हुआ था, उसके बाद भी कई सालों वो घर पे रहा था. അധികാരത്തിൽ നിന്നുള്ള അവഗണന ഒരുപക്ഷെ നമ്മുടെ കുറവുകൾ കൊണ്ടും വന്നേക്കാം. यहाँ पे कहना चाहता हूँ, जो अधिकारियों को जो बीच में से जो वर्षा हमारे जीवन में आते हैं वो हमारे कमी से भी आ सकता है. അതുപോലെ അധികാരത്തിൽ നിന്നുള്ള ആ അവഗണന ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് നാം ചെയ്യേണ്ടത് നാം അവിടെ കീഴ്പ്പെടുക എന്നുള്ളതാണ്. जब ऐसे वर्षा हमारे जीवन में आता है तो उस समय हम लोग उसको बातों को मान के बैठना परमेश्वर चाहता है. പ്രിയമുള്ളവരെ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അഭികാമ്യമായിട്ട് ഇരിക്കുന്നത്. एक मसीह व्यक्ति को ऐसे रहना अच्छा बात को समझ सकता है. അധികാരത്തിൽ നിന്നുള്ള അവഗണന നമുക്ക് നേരിടേണ്ടി വരും. हमें भी ऐसे अधिकारियों से बीच में से वर्षा का अवस्था हो सकता है. പ്രിയമുള്ളവരെ, എന്നാൽ നാം ദൈവകരങ്ങളിൽ താണിരിക്കുക. लेकिन हम लोग परमेश्वर के हाथों में बैठे हैं. ദൈവം നമ്മെ സഹായിക്കുന്നവനാണ്. परमेश्वर हमारा सहायता करेगा. അവൻ ദുഃഖിതരെ അന്വേഷിച്ച് ചെല്ലുന്നവനാണ്. जो दुखित लोग हैं उनको ढूंढ के वो जाता है. അവിടെ ആ ദൈവദൂതന്റെ സന്ദർശനം ചെയ്തപ്പോൾ ആ ഹാഗാർ അവിടെ പറയുന്നുണ്ട്, എന്നെ കാണുന്നവൻ ഇവിടെയും എന്നെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. जब परमेश्वर का दूत उसको सामने आए तो हाजिरा बोलता है,
मुझे जो देखता है वो यहाँ पे भी आया है. ദൈവം നമ്മെ കാണുന്നവനാണ്. परमेश्वर हमें देखता है. ഈ ബോധ്യവും തിരിച്ചറിവും നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ये बात को हमें समझना है, उसके बाद उसके साथ जीवन बिताना है. നാലാമത്തെ കാര്യം സഹോദരന്മാരിൽ നിന്നുള്ള അവഗണന. और चौथी बात जो भाई बहनों है, भाइयों के बीच में से जो उपേക്ഷ. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. उत्पत्ति का पुस्तक उसका 37वां अध्याय में आएंगे. അതിന്റെ 18 മുതൽ 28 വരെയുള്ള ഭാഗത്ത് യോസേഫിന്റെ ജീവിതത്തിൽ നിന്നുള്ള കാര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. उत्पत्ति का पुस्तक उसका 37वां आयत उसका 18 to 28. 18 से 28 तक हम देखेंगे. ഭാഗം വായിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. इस बात को भी हम अच्छी तरह से जानते हैं. ഇവിടെ യോസേഫിന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചതായിട്ടുള്ള അവഗണനയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. यहाँ पे यूसुफ के जीवन में जो अवस्था से गुजर रहा है उसके बारे में देख सकते हैं. ദൈവം എടുത്ത് ഉപയോഗിച്ചതായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് യോസേഫ്. हम जानते हैं परमेश्वर के काम के लिए परमेश्वर ने यूसुफ को उपयोग किया हुआ है. ഇവിടെ സഹോദരന്മാർ യോസേഫിനെ അവഗണിക്കുകയാണ്. यहाँ पे जो उनका भाई लोग उसको उपേക്ഷ करता है, तुच्छ करता है. വളരെ ക്രൂരമായിട്ടുള്ള അവഗണനയാണ്. कई ऐसे क्रूरता के साथ उनको साथ सामने करता है. അത് ഉണ്ടാകാൻ കാരണം അസൂയ കൊണ്ടും അഹങ്കാരം കൊണ്ടുമാണ്. ये उसका असूया के और अहंकार के बाद हुआ. അവരുടെ അപ്പനായിരുന്ന യാക്കോബ് യോസേഫിനെ അധികം സ്നേഹിച്ചു. और उनके पिता याकूब ने उनसे ज्यादा प्यार किया. അവന് പ്രത്യേകമായ നിലയങ്കി ഉണ്ടാക്കി കൊടുത്തു. സഹോദരന്മാർക്ക് വിദ്വേഷമായി उनका अलग से कपड़ा बना के दिया और उसके बाद में उनको क्रोध हुआ. ഭാവിപരമായ വിഷയങ്ങളിൽ യോസേഫ് ദർശനം കാണുന്നു, അർത്ഥം വിവരിക്കുന്നു, അവർക്ക് ദേഷ്യമുണ്ടാകുന്നു. और यूसुफ जो स्वप्न का अर्थ भी कहता है तो वो लोग उनसे क्रोध रहता है. അങ്ങനെ അസൂയ കൊണ്ടും അഹങ്കാരം കൊണ്ടും അവരുടെ അടുത്തേക്ക് കടന്നു ചെന്ന ആ ഇടയ സഹോദരനെ അവർ ക്രൂരമായിട്ട് അവരോട് ഇടപെടുകയും അവരെ അവഗണിക്കുകയും ചെയ്യുകയാണ്. जैसे क्रोध की अवस्था और जलन के बारे में हो रहा था, उस अवस्था में यूसुफ इनके पास जा रहा है. വളരെ ദൂരത്ത് നിന്ന് അവനെ കണ്ടപ്പോൾ സ്വപ്നക്കാരൻ വരുന്നു. അവരെ ഇല്ലാതാക്കാനായിട്ടുള്ള എല്ലാ ദുരാലോചനയും നടത്തി അവരോടുള്ള അവഗണന പ്രകടമാക്കുകയാണ്. जब दूर से वो यूसुफ आ रहा था, उसी समय इन्होंने प्लान किया था उसको क्या क्या करना है करके. പ്രിയമുള്ളവരെ, എത്രയോ ദുഃഖകരമാണ്. कितने दुख की अवस्था है. ഇളയ സഹോദരന്മാർക്ക് മൂത്ത സഹോദരന്മാർ പിതൃതുല്യത. जानते हैं जब छोटा जो परिवार में छोटे है वो बड़े लोगों को अपने पिता के जैसे समझता है. പിതാവിന് സമമായിട്ടുള്ള സഹോദരന്മാരാൽ അവഗണിക്കപ്പെട്ട ജോസഫ് എന്നുള്ള വ്യക്തിത്വം, जो पिता के समान है, जो भाई लोग है, वो उनके बीच में से जो उपേക്ഷ का अवस्था ഇത് മനുഷ്യ ജീവിതത്തിൽ നടപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. ये सब जो इस संसार में जीवन में हो रहा है. അവഗണന ഏറ്റുവാങ്ങുന്ന ഏതെങ്കിലും വ്യക്തി എന്റെ ഈ വാക്കിലേക്ക് കേൾക്കുമെങ്കിൽ മനസ്സിലാക്കുക, സഹോദരന്മാരുടെ ഇടയിൽ നിന്നുള്ള അവഗണന നമുക്ക് തീർച്ചയായിട്ടുമുണ്ട്. मैं कहना चाहता हूँ ऐसे अवस्था से कोई जा रहा है तो ऐसे भाई बहनों के बीच में से ऐसे उपേക്ഷ हमारे जीवन में. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്? लेकिन क्या यहाँ पे क्या हो रहा है? ആ അവഗണന ദൈവിക ഉദ്ദേശമായി. इसके बीच में इसके पीछे परमेश्वर का एक उद्देश्य था. ഈ തിരിച്ചറിവില്ലാത്ത സഹോദരന്മാർക്ക് അത് പിന്നീട് അത് മനസ്സിലായി. ये जो भाई लोग हैं उनको बाद में इनको के बारे में समझा. അവര് ദോഷമായിട്ട് സഹോദരോട് കാണിച്ചെങ്കിലും ദൈവം അത് ജീവരക്ഷയ്ക്ക് കാരണമാക്കി തീർത്തു. यहाँ पे दोष के लिए उन्होंने किया है, लेकिन परमेश्वर उसका रक्षा के लिए उसका काम करा है. യോസേഫിനെ മിസ്രയീമിന് അടിമയായിട്ട് വിറ്റെങ്കിലും അവൻ മിസ്രയീമിന് ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് അവനെ ദൈവം കൊണ്ടുവന്നു. और मिस्र में उसको भेजा था, लेकिन वहाँ पे इनका रक्षा के कारण बना था. അവനെ മിസ്രയീമ്യർക്കും മാത്രമല്ല തന്റെ ജനക്കാർക്കും ഒരുപോലെ രക്ഷയ്ക്ക് കാരണമാക്കി അവനെ എടുത്തുപയോഗിച്ചു. मिस्र में एक मंत्री के रूप में और अपने जनों की रक्षा के लिए कारण परमेश्वर ने किया. പ്രിയമുള്ളവരെ, അവഗണന ഒരു കാര്യവുമല്ല. ये उपേക്ഷ की जो अवस्था है कुछ नहीं है. ദൈവജനത്തിന് ഈ തിരിച്ചറിവുണ്ടായാൽ ഒരിക്കലും ആ ജീവിതം താളടിയായി തീർന്നു പോകുകയില്ല. परमेश्वर का लोग और मसीही लोग ऐसे अवस्था को समझ सकते तो ये कुछ नहीं हो सकता. അഞ്ചാമത്തെ കാര്യം, 5वीं बात, രാഷ്ട്രീയ അവഗണന. इस राष्ट्रिक दोष जो उपേക്ഷ. നാം ഉൾപ്പെടുന്ന രാജ്യത്ത് നമുക്ക് അവഗണനയുണ്ട്. हम जो इस राज्य में रहता है यहाँ पे भी हमारे लिए एक
उपेक्षा का अवस्था है। ഇസ്രായേൽ മക്കളോടും യോസേഫിനോടുള്ള ബന്ധത്തിൽ തന്നെ നമുക്കതറിയാവുന്ന കാര്യമാണ്. यहाँ पे इसराइली लोगों और യോസേഫ് के बीच में जो अवस्था है उसको भी बारे में हम समझ सकते हैं। യോസേഫ് മിസ്രൈമ്യർക്ക് അനേകമായ സംഭാവനകൾ നൽകി. यूसुफ मिस्री लोगों को बहुत कुछ काम किया था। എന്നാൽ യോസേഫിനെ അറിയാത്ത ഫറവോ അവിടെ സ്ഥാനക്കയറ്റം ലഭിച്ചപ്പോൾ അവർ ഇസ്രായേലിനെ മറന്നുപോയി. जो जोसेफ को नहीं जानते ऐसे फरो जब वहाँ पर अधिकार में आया तो वो सब भूल गया। അവർ ഇസ്രായേലിനെ അവഗണിച്ചു. इसराइलियों को उसको उपേക്ഷ किया, അവരെ കഷ്ടപ്പെടുത്തി, उसको कष्ट दिया, അവരെ ഊഴിയവേലക്കാരാക്കി. बहुत काम उनसे करवाया। പ്രിയമുള്ളവരെ, ഇത് ഇന്ന് ദൈവജനത്തിന്റെ മധ്യത്തിൽ നടക്കുന്നില്ലേ? या क्या ये इस आदमी का इस समूह में नहीं हो रहा है? വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവവൈദ്യനും അവർ ഉൾപ്പെടുന്ന രാജ്യത്തിന് ഉപ്പായിട്ട് നിലനിൽക്കുന്നവരാ. इस संसार में जो एक नमक के समान है हम लोग जो परमेश्वर से संतान, എന്നാൽ ഈ ലോകം അത് തിരിച്ചറിയുന്നില്ല. लेकिन इस संसार इसके बारे में समझ सकते। ദൈവജനത്തിന്റെ നേരെ ഉപദ്രവങ്ങൾ അഴിച്ചുവിടുകയാണ്. मसीह लोगों के विरुद्ध कई ऐसे अवस्था से गुजरा है, എന്നാൽ ദൈവത്തിന്റെ അറിവോടുകൂടി അതെല്ലാം നടക്കുന്നത്. लेकिन ये हम समझ सकते हैं परमेश्वर का अधिकार के साथ हो रहा है। അവന്റെ ഒരു അറിവുമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കുകയില്ല. उसको बिना जाने कुछ भी हमारे जीवन में नहीं, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. कोई भी कुछ नहीं कर सकता। മിസ്രൈമ്യരെ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തി. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചു നോക്കുക. तो मिस्री लोग इसराइलियों को बहुत कष्ट दिया है, എന്നാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? लेकिन क्या वहाँ पे क्या हो रहा है? അവരുടെ കഷ്ടതയെ ദൈവം കണ്ടു. उनको जो कष्ट को परमेश्वर ने देखा, ഇന്ന് നാം അത് ആരാധനയിൽ പങ്കുവൊക്കെ ഉണ്ടായി. और आज के आराधना में भी हमने ദൈവം നമ്മുടെ കഷ്ടത കണ്ടവനാണ്, കാണുന്നവനാണ്. हमारे कष्टों को परमेश्वर ने देखा और देखने वाला है। ആ കണ്ട് ദൈവം അവർക്ക് ആവശ്യമായിട്ടുള്ള വിടുതലും രക്ഷയും ഒരുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. उनको क्या चाहिए था वो वहाँ से छुड़ौती परमेश्वर दे रहा है। പ്രിയമുള്ളവരെ, നമ്മുടെ രാഷ്ട്രം നമ്മെ അവഗണിച്ചോട്ടെ, हमारा इस राष्ट्र और इस राज्य हमें तुच्छ करे, നമ്മെ അവഗണിക്കാത്ത ഒരു കർത്താവ് നമുക്കുണ്ട്. हमें नहीं तुच्छ न करने वाला एक परमेश्वर हमें है। കർത്താവിൽ ശരണപ്പെടാം, കർത്താവിൽ ആശ്രയിക്കാം. उस परमेश्वर में हम आश्रय करें। ആറാമത്തെ കാര്യം, 7वीं बात, 7 കാര്യമാണ് ഞാൻ നോട്ട് ചെയ്ത് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. 7 बात है एक जल्दी से कहना चाहता हूँ। മതശ്രേഷ്ഠരിൽ നിന്നുള്ള അവഗണന. वैसे धार्मिक जो अधिकारी लोग हैं उसके उनके बीच में से जो उपേക്ഷ, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നല്ല സമയക്കാരന്റെ ജീവിതത്തിൽ നിന്നുള്ള അനുഭവമാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. उसका 10वीं आयत में जो 10-ാം അധ്യായത്തിന്റെ 30 മുതലുള്ള വാക്യങ്ങളിൽ നല്ല സമയക്കാരന്റെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നു. यूहन्ना का सुसमाचार उसका 10वें अध्याय का 30वें आयत से एक अच्छे शमरी के बारे में, അവിടെ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് വഴിയരികെ കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് കടന്നു പോകുന്ന പുരോഹിതനെയും ലേവിനെയും നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. वहाँ पे एक व्यक्ति कई लोगों से दुष्ट लोगों से आक्रमण के बीच से यहाँ पे रास्ता में बैठकर गिरा हुआ है, लेकिन एक लेवी व्यक्ति और पुरोहित वहाँ से उसके बीच में गुजर रहा है। മതപരമായിട്ടുള്ള അവഗണന, धार्मिक तौर से एक शुभेच्छा, വളരെ നിർദ്ദയമായ വളരെ ശോചനീയമായ അവസ്ഥയിൽ കിടക്കുന്ന സഹായം ആവശ്യമായിരിക്കുന്ന ഒരു വ്യക്തിത്വത്തെ ഉപേക്ഷിച്ച് അവഗണിച്ച് കടന്നു പോകുന്ന മതശ്രേഷ്ഠന്മാരെ നമുക്കവിടെ കാണുവാൻ കഴിയും. एक व्यक्ति बहुत दुर्घटना की अवस्था से एक रास्ते में पड़ा है, लेकिन धार्मिक के बड़े बड़े लोग उसके समीप से गुजर रहा है। എന്നാൽ നല്ലവനായിരിക്കുന്ന ഒരു സമരക്കാരൻ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. अच्छे समरी के बारे में हमें यहाँ पे ആ മനുഷ്യനെ അവൻ സന്ദർശിക്കുകയാണ്. उस व्यक्ति को वो उसके पास जा रहा है, അവൻ ആ പൊറുവുകളെ വെച്ച് കെട്ടുകയാണ്. उसको जो चोट जो लगा है उसको ठीक कर रहा है, പ്രഥമ ശുശ്രൂഷ നൽകി അടുത്തുള്ള സത്രത്തിലേക്ക് ഉണ്ടാക്കുകയാണ്. उसको फर्स्ट एड देके उसको अपना एक समीप में जो हॉस्पिटल है उसके पास लेके അനുകമ്പയുടെയും ദയയുടെയും സ്നേഹത്തിന്റെയും പാരമ്യം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. करुणा दया और प्यार यहाँ पे हमें देख सकते हैं। പ്രിയമുള്ളവരെ, നാം ഒരിക്കലും മറ്റുള്ളവരെ അവഗണിക്കുന്നവരായി തീരുവാൻ പാടില്ല. हम परमेश्वर दासी और दास लोग हम लोग कई किसी को भी ऐसे हमें कुछ नहीं करना. കരുണാമയനായിരിക്കുന്ന സ്നേഹസമ്പന്നനായിരിക്കുന്ന ദൈവം നമ്മെ ആദരിച്ചെങ്കിൽ
നാം മറ്റുള്ളവരെ ആദരിക്കുവാൻ കഴിയേണ്ടത് ആവശ്യമാണ്. हमारा परमेश्वर जो हमें जो कुछ भी हमें हमारे जीवन में ही रहा, हमें हमारे ऊपर दया किया, तो हम लोग भी दूसरों के ऊपर दया करना है. ഒന്നുകൂടെ പറയട്ടെ, നമ്മെ ആരെങ്കിലും അവഗണിച്ചാൽ നമുക്കതിൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. अगर कोई भी आपको तुच्छ किया या उपേക്ഷ किया तो उसमें दुख होने की कोई बात नहीं. കാരണം നമ്മുടെ കർത്താവ് നമ്മെ ആദരിക്കുന്നവരാണ്. क्योंकि हमारा परमेश्वर हमें आदर करता है. കർത്താവ് നമ്മെ ആദരിച്ച ചരിത്രമേ ഉള്ളൂ. हमें परमेश्वर हमेशा आदर करके रखा है. ഒന്നിനും കൊള്ളാത്തവരായിരുന്നു നമ്മെ ഉയർത്തിയ ദൈവമാണ്. किसी के लिए किसी काम के लिए लायक नहीं थे हम लोग, हमें इतना हमें उड़ाए. വിളിച്ച നാൾ മുതൽ ഇന്നുവരെയും നാം കുറവുകൾ ഉണ്ടായിരുന്നിട്ടും ബലഹീനരായിരുന്നിട്ടും നമ്മെ ചേർത്തുകൊണ്ട് നമ്മെ മാറോടടയ്ക്കുന്ന ദൈവിക സ്നേഹത്തിന്റെയും കരുതലിന്റെയും ചരിത്രമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. परमेश्वर के बुलाहट के साथ हम लोग आए थे, परमेश्वर सन्मुख. उस दिन से कई ऐसे अवसर से भी हमें परमेश्वर ने हमें ध्यान दिया है. നാം പാടുന്ന പാഠപുസ്തകത്തില് സ്തോത്രഗീതങ്ങളുടെ ഒരു പാട്ട് ഇപ്രകാരമുണ്ട്. हम जो गीत का जो पुस्तक है उसमें एक गीत है. അതിന്റെ തുടക്കം ഇതാണ്: വിശുദ്ധനാം കർത്താവേ, വിശ്വസ്തനാം കർത്താവേ. उसमें से एक पवित्र परमेश्वर के बारे में इस गीत है. അതില് ഒരു വരി ഇപ്രകാരമാണ്: उसमें से एक लाइन ऐसे लिखा हुआ है: ആദരിക്കേണ്ടവർ അവഗണിച്ചാൽ. अगर किसी लोग हमें आदर करना हम जो हम जानता है, ये लोग कुछ किया तो അനുഗ്രഹിച്ചിടുന്നു അനുദിനവും. और हर दिन परमेश्वर हमें अनुग्रह करता है, ആനന്ദിപ്പിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു, आनंद करता है, आश्वास देता है. 1000 മനുഷ്യരും നല്ലവനാണ്. हजारों मनुष्य किसी ऊपर. ഓ, എത്രയോ ശ്രേഷ്ഠമാണ്. कितना अच्छा गीत है. നമ്മുടെ കർത്താവ് നമ്മെ ആദരിക്കുന്നവരാണ്. हमारे परमेश्वर हमें आदर करता है. ലോകം നമ്മെ ആദരിച്ചില്ലെന്ന് വന്നേക്കാം. कई बार इस संसार हमें आदर नहीं करेगा. പ്രിയമുള്ളവർ നമ്മെ ആദരിച്ചില്ല എന്ന് വന്നേക്കാം. हमारे जानने वाले हमें आदर नहीं करेगा. കുടുംബക്കാരിൽ നിന്നും സ്വജനത്തിൽ നിന്നും അവഗണനകൾ ഏറ്റുവേണ്ടി വന്നേക്കാം. स्वजन और परिवार के अंदर से भी उपേക്ഷ आ सकता है. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന എന്നെ രക്ഷിച്ച എന്റെ കർത്താവ് എന്നെ ആദരിക്കുന്നവനായിട്ടുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. सबने उपേക്ഷ किया तो हमें आदर करने वाले परमेश्वर हमारे जीवन में है, वो सोच के जीवन बिताना है. ഒരു കാര്യം കൂടെ പറഞ്ഞ एक അവസാനിപ്പിക്കാം. बात और कहते हैं, ലോകത്തിന്റെ അവഗണന. इस संसार के उपേക്ഷ. നമുക്കറിയാം, നമ്മുടെ കർത്താവ് സ്വന്തം ജനത്തിൽ ലോകത്തിന്റെ രക്ഷകനായിട്ട് കടന്നു വന്ന കർത്താവ്. हम जानते हैं परमेश्वर इस संसार की रक्षा के लिए आए. അവനെ അവഗണിക്കുന്ന ലോകമാണ്. इस संसार उसको नहीं मानता. രക്ഷയുടെ സന്ദേശം ഇന്ന് വളരെ ഉച്ചസ്ഥിരം ഘോഷിക്കപ്പെടുന്നെങ്കിലും ലോകം തിരസ്കരിക്കുകയാണ്. हम जानते हैं इस समाचार के ये बातों की संसार में कई जगहों पे कह रहा है, लेकिन इस संसार उसको ഇത്ര വലിയ രക്ഷയെ അവർ അവഗണിച്ച് മുന്നോട്ട് പോകുകയാണ്. इतना बड़ा रक्षा का जो एक संविधान को तुच्छ करके जा रहा है. ഈ രക്ഷണീയ സുവിശേഷം കേട്ടിട്ടും ഇന്നും അതിനും കീഴ്പ്പെടാതെ, ദൈവിക വചനങ്ങളോട് കീഴ്പ്പെടാതെ, ദൈവികമായിട്ടുള്ള കൽപ്പനകൾ അനുസരിക്കാതെ ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുവെങ്കിൽ കർത്താവിന്റെ ഹിതത്തിനായിട്ട് കീഴ്പ്പെടേണ്ടത് ആവശ്യമാണ്. इस सुसमाचार को सुनकर अभी भी उस संसार की ओर जा रहा है, अभी भी परमेश्वर में नहीं आया. उनके लिए इस बात को मैं कह रहा हूं. ദൈവവചനം പറയുന്നത് ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാകാലം. परमेश्वर का वचन कहता है अभी ही रक्षा का समय. നമ്മുടെ രക്ഷയ്ക്കായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവിനെ കീഴ്പ്പെടാതെ ഈ ലോകത്തിന്റെ വഴികളിൽ ഇന്ന് നമ്മുടെ ജീവിതം നയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശൂന്യമാക്കി തീർക്കുന്നുവെങ്കിൽ ഒന്നോർക്കുക, നാം ആദരിക്കപ്പെടണമെങ്കിൽ നാം ഇന്ന് ആദരിക്കപ്പെടുന്നവരാണ്. എന്നാൽ ആ ആദരവ് ഏറ്റുവാങ്ങുവാനായിട്ട് നാം നമ്മെ തന്നെ സമർപ്പിക്കുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. अभी भी उस संसार की रक्षा के लिए आया, परमेश्वर को नहीं मानकर इस संसार के ओर देने वाले लोगों को परमेश्वर सन्मुख आने के लिए मैं कहता हूँ. അവഗണനയുടെ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ആദരവുകൾ, ദൈവത്തിൽ നിന്നുള്ള ആദരവുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സമാധാനമുള്ളവരായിട്ട്, സന്തോഷമുള്ളവരായിട്ട്, പ്രത്യാശയുള്ളവരായിട്ട് ജീവിക്കുവാൻ ഈ കേൾപ്പിച്ച വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. इस उपേക്ഷ के संसार में हम लोग जीने के समय परमेश्वर का जो आज्ञा को मानकर परमेश्वर का नाम से जीवन बिताए.